ഹലോ, ഇന്ന് നമുക്ക് ഓണസദ്യ സ്പെഷ്യലായിട്ടുള്ള കാളൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. കുറുക്ക് കാളൻ വളരെ എളുപ്പത്തിൽ കുക്കറിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു കുറുക്ക് കാളൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുക്കർ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേനയും പച്ചക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് അളവിൽ ഞാൻ തയ്യാറാക്കി എടുക്കുന്നുള്ളൂ. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ അനുസരിച്ചിട്ട് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓരോ കുക്കറിനനുസരിച്ചിട്ടും വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാം കേട്ടോ. ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരുന്ന ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇവിടെ കുക്കർ ആവിയെല്ലാം പോയ ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇത് ചെറുതായിട്ട് ഇതുപോലെ ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഇത്രയും മതിയാവും, ഫുള്ളായിട്ട് ഉടച്ചെടുക്കരുത് കേട്ടോ. ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് മാറ്റാം. ഞാനിവിടെ ഈ ഒരു പാനിലേക്ക് മാറ്റുന്നുണ്ട്. നിർബന്ധമല്ല, കുക്കറിൽ വെച്ചിട്ടും ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇളക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് തിളച്ച് വരണം. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തൈര് പുളിക്കനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. ഞാനിവിടെ ഒരു 3/4 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈര് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളച്ച് പോകരുത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു 1 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളക് ഇതുപോലെ പൊട്ടിച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാളനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. നല്ല രുചിയുള്ള കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓണത്തിന് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.